പല്ലിൽ പോട് വന്നിട്ട് നമുക്ക് പല്ലിനെ സംരക്ഷിക്കണം, അതായത് പല്ലെടുത്ത് കളയാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം നമുക്ക് എന്ത് ചികിത്സയാണ് ചെയ്യാൻ കഴിയുക എന്നത്. പല്ലിൽ പോട് വന്നിട്ട് പല്ല് സ്ട്രോങ് ആണ്, അതായത് പല്ലിന് ഇളക്കമൊന്നും തട്ടിയിട്ടില്ല, പല്ല് ഫുള്ള് പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടില്ല, പല്ലിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ വേര് ചികിത്സ. എന്താണ് വേര് ചികിത്സ? നമ്മൾ ടൂത്തിന് 2 സ്ട്രക്ചറാണുള്ളത്. മുകൾ ഭാഗം ക്രൗൺ, താഴ്ഭാഗത്തോട്ടുള്ളത് റൂട്ട് എന്ന് പറയും, അഥവാ വേര്. അപ്പോൾ വേര് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ വായ തുറന്ന് നോക്കുമ്പോൾ വെള്ള കളറിൽ കാണുന്നതിനെയാണ് നമ്മൾ പല്ല് അഥവാ ക്രൗൺ എന്ന് പറയുന്നത്. വേര് കാണണമെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയാണ് ചെയ്യാറ്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എക്സ്റേയിൽ നമുക്ക് കാണാൻ കഴിയും, വേരിൻ്റെ നീളം കാണാൻ കഴിയും, എത്രത്തോളം പോട് നമ്മുടെ പല്ലിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം നമ്മുടെ വേര് സ്റ്റേബിളാണ്, അതായത് വേരിന് ഒരുപാട് കേട് ബാധിച്ചിട്ടില്ല, വേര് ഉറപ്പോടെയാണ് ഇരിക്കുന്നത്, എല്ലിനകത്തെ പഴുപ്പ് ഒരുപാടില്ല. എല്ലിനകത്ത് പഴുപ്പ് ഉണ്ടെങ്കിലും നമുക്ക് റൂട്ട് കനാൽ ചെയ്യാം, പക്ഷേ ഒരു പരിധിവരെ എല്ലിന് തേയ്മാനം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അതായത് സാധാരണയായിട്ട് നമ്മൾ പല്ലിൽ കേട് വരുമ്പോൾ അഥവാ ദന്തക്ഷയം വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ടൂത്ത് ഡ്രില്ല് ചെയ്യുക, അതിനുശേഷം പല്ലിൻ്റെ തന്നെ കളറിലുള്ള മെറ്റീരിയൽ വെച്ച് ആ ഹോൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അതിന് പറയുന്നതാണ് റെസ്റ്റോറേഷൻ അഥവാ ടൂത്ത് ഫില്ലിംഗ് എന്ന് പറയും. മുൻകാലങ്ങളിൽ കറുത്ത കളറിലുള്ള ഫില്ലിങ്ങുകൾ ചെയ്തിരുന്നു, അതിന് സിൽവർ അമാൽഗം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഫില്ലിങ് ചെയ്യാറില്ല, എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മെർക്കുറി കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് പിന്നീട് പഠനങ്ങൾ തെളിയിച്ചു അത് നമ്മുടെ മോണയ്ക്കും നമ്മുടെ ഒക്കെ ടോക്സിക് ആണ്, അല്ലെങ്കിൽ പൂപ്പൽ പോലെയുള്ള അസുഖങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് പഠനം തെളിയിച്ചത് കൊണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ വൈറ്റ് കളറിലുള്ള ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്, കോമ്പോസിറ്റ്, GIC അങ്ങനെ പറഞ്ഞ് പലതരത്തിലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് പല്ലടച്ച് എടുക്കാൻ പറ്റും. പല്ലിൻ്റെ തന്നെ അതേ കളർ, നമ്മുടെ പല്ലിൻ്റെ കളർ ഏതാണോ അതേ കളറിൽ തന്നെ ഷെയ്ഡ് നോക്കി നമുക്ക് പല്ല് അടച്ചെടുക്കാൻ പറ്റും. ഇത് സാധ്യമല്ലാത്ത കേസസിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറുള്ളത്. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ടൂത്ത് ഡ്രില്ല് ചെയ്ത് ഡീപ്പായിട്ട് ടൂത്തിനെ ക്ലീൻ ചെയ്യും. അതായത് നമ്മുടെ പല്ലിനകത്തെ ഏറ്റവും അകത്തിരിക്കുന്ന വൈറ്റലായിട്ടുള്ള സ്ട്രക്ചറാണ് പൾപ്പ്, അതായത് ഞരമ്പ്. പല്ലിൻ്റെ ഞരമ്പ് ഇരിക്കുന്നത് ഏറ്റവും അകത്താണ്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് നമ്മൾ ഈ പൾപ്പിനെ എടുത്ത് മാറ്റും. അതിനുശേഷം വേരിനകം നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബയോകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് അടയ്ക്കും. അതായത് നമ്മുടെ പല്ലിനോ മോണയ്ക്കോ എല്ലിനോ ദോഷമില്ലാത്ത മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ വേരിനകം ഫില്ല് ചെയ്യും. അതിനെയാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഒരു ഡീപ്പ് ഫില്ലിംഗ് ആണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പല്ല് ഡ്രില്ല് ചെയ്യുക, അതിന് പുറമെ ഫില്ല് ചെയ്യുക. ഇത് റൂട്ടിൻ്റെ ടിപ്പ് വരെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എടുക്കും. അപ്പോൾ പല്ലിൻ്റെ വൈറ്റാലിറ്റി നഷ്ടപ്പെടും, പല്ലിന് ജീവനില്ല, പക്ഷെ ഒരു മമ്മിഫിക്കേഷൻ എന്ന് പറയാം നമുക്ക് ആ പല്ലിനെ അവിടെ തന്നെ നിലനിർത്താൻ പല്ലിന് ജീവൻ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ പല്ലിൻ്റെ പുറത്ത് ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്തിനാണ് പല്ലിൻ്റെ ക്യാപ്പ് ഇടുന്നത്? റൂട്ട് കനാൽ മാത്രം ചെയ്താൽ പോരെ, ഫില്ല് ചെയ്ത് വെച്ചാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്പിങ് ചെയ്യണം, പ്രത്യേകിച്ച് പിൻഭാഗത്തുള്ള പല്ലുകൾ, അതായത് അണപ്പല്ല് പോലെയുള്ള പല്ലുകൾ. അണപ്പല്ല് പോലെയുള്ള പല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പം കൂടുതലായിട്ടും ബൈറ്റിംഗ് ഫോഴ്സ് വരുന്നത് അണപ്പല്ലുകളിലേക്കാണ്. ഇപ്പോൾ ഫ്രണ്ട് പല്ല് ഒരിക്കലും നമ്മൾ ചവയ്ക്കാനല്ല, നമുക്കതൊരു ഈസ്തെറ്റിക് പർപ്പസിനാണ് നമുക്ക് ഫ്രണ്ട് പല്ല് എപ്പോഴും ഉള്ളത്, അതായത് ഭംഗിക്ക്. ഒരിക്കലും നമ്മൾ ഫ്രണ്ട് പല്ല് വെച്ച് ചവയ്ക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കടിച്ച് വലിക്കാറുണ്ട്, അത് വളരെ തെറ്റായ രീതി, അങ്ങനെ ചെയ്യാൻ പാടില്ല. പുറവശത്തോട്ട് വെച്ച് വേണം നമ്മൾ എപ്പോഴും ചൂ ചെയ്യാൻ. അപ്പം അണപ്പല്ലൊക്കെ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബൈറ്റിംഗ് ഫോഴ്സ് ചെല്ലുമ്പോഴത്തേക്ക് പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ക്യാപ്പ് ഇടണമെന്ന് പറയുന്നത്. ക്യാപ്പിട്ട് നമ്മൾ ടൂത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇടാതെ ഇരിക്കരുത്. ഉറപ്പായിട്ടും നമുക്ക് പല്ലിന് ക്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഫില്ലിങ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഓപ്പണായി അതിനകത്ത് ഫുള്ള് ഫില്ലിങ്ങും പോകും. പിന്നീട് ആ പല്ല് എടുത്ത് കളയേണ്ട അവസ്ഥയിലോട്ട് പോകും. ഒരുപാട് പേഷ്യൻസ് ഇവിടെ വന്ന് പറയാറുണ്ട്, റൂട്ട് കനാൽ ചെയ്തതാണ് പക്ഷെ അതിലെ ഫില്ലിങ് എല്ലാം ഓപ്പണായി പോയി എന്ന്. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഫില്ലിങ് ഓപ്പണായി പോകുന്നത്. പിന്നെ കുറേ പേർക്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇതെല്ലാം ഇതേ കാരണങ്ങൾ കൊണ്ടാണ്. ഉറപ്പായിട്ടും ക്യാപ്പ് ഇടണം. ഇനി ഈ ക്യാപ്പിനകത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ക്യാപ്പുകളുണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്
സ്റ്റീൽ കളറിലുള്ള മെറ്റൽ ക്രൗൺ എന്ന് പറയും, മെറ്റൽ ക്യാപ്പ് ഉണ്ട്. പിന്നീടുള്ളത് പല്ലിൻ്റെ കളറിൽ തന്നെയുള്ള ക്യാപ്പാണ്. അതിലും പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. സെറാമിക് ടൈപ്പ് ഉണ്ട്, സിർക്കോണിയ, അങ്ങനെ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഏതായാലും ക്യാപ്പ് ഇട്ട് നമ്മൾ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിലാണ്. അപ്പോൾ അത് ഏത് ടൈപ്പ് വേണം എന്നുള്ളത് തികച്ചും പേഷ്യൻറ്റിൻ്റെ തീരുമാനമാണ്. മെറ്റൽ ക്യാപ്പെങ്കിൽ മെറ്റൽ ക്യാപ്പ്, പക്ഷേ ക്യാപ്പ് ഇടണം, അത് വളരെ നിർബന്ധം. പിന്നെ ഫ്രണ്ട് പല്ലുകളിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പല്ലിൻ്റെ തന്നെ കളറുള്ള ക്യാപ്പ് ഇടുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. കാരണം നമ്മുടെ ഭംഗിയെ ബാധിക്കും, ചിരിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഫ്രണ്ട് പല്ലായാലും ബാക്ക് പല്ലായാലും റൂട്ട് കനാൽ ചെയ്താൽ നിർബന്ധമായിട്ടും ക്യാപ്പ് ഇടണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, ഇപ്പം നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് പല്ല് സേവ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ നമുക്ക് ആകെ ഉള്ളൊരു ഓപ്ഷൻ പല്ലെടുത്ത് കളയുക എന്നുള്ളതാണ്. പല്ലെടുത്ത് കളഞ്ഞാലും നമ്മൾ അവിടെ ടൂത്ത് റീപ്ലേസ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിനിക്കിൽ ഓടിപ്പോയിട്ട് പല്ലെടുത്ത് കളയും, പക്ഷെ പിന്നീട് അത് തിരിച്ച് വെക്കണം എന്നുള്ളതിനെ പറ്റി അധികം ആരും ബോദർ ചെയ്യാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ പല്ല് അവിടെ റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ പല്ലില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഈ ഗ്യാപ്പ് അവിടെ കിടക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള പല്ലുകൾ, അതായത് ഏത് പല്ലാണോ എടുത്ത് കളഞ്ഞത് അതിൻ്റെ ഫ്രണ്ടിലും പുറകിലും ഉള്ള പല്ലുകൾ ആ ഗ്യാപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ നേരെ നിൽക്കുന്ന പല്ല് ആ സൈഡിലോട്ട് ഇങ്ങനെ ചരിയാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പല്ലുകളുടെ ഇടയിലെല്ലാം ഗ്യാപ്പ് ആവാൻ തുടങ്ങും. ഗ്യാപ്പായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഭക്ഷണ വേസ്റ്റൊക്കെ കയറിയിരിക്കും. വേസ്റ്റ് കയറിയിരുന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ക്ലീനിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കേട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ ബാക്കിയുള്ള പല്ലുകളെയും കൂടെ നമ്മൾ റിസ്കിലോട്ട് ഇടുവാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ പല്ല് എടുത്തു കഴിഞ്ഞാൽ, മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ പല്ല് വെച്ച് കൊടുക്കണം. ഇനി പല്ല് എങ്ങനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പല്ലാണോ നഷ്ടപ്പെട്ടത് ആ പല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ എല്ലിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കും, അതിൻ്റെ പുറത്ത് നമ്മളൊരു ക്യാപ്പ് വെച്ച് കൊടുക്കും. അപ്പം എക്സാക്റ്റ് ഒരു പല്ല് പോലെ തന്നെ ഇരിക്കും. അതാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇംപ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജനറൽ ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ളവർക്ക് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഷുഗർ, നമ്മുടെ എല്ലിൻ്റെ ഘടന, ഇതെല്ലാം ഡയബറ്റീസ് മെലിറ്റസ് പോലെയുള്ള അസുഖമുള്ളവരാണ് നമുക്ക് കൂടുതലായിട്ടും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമ്മളത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കുക നമ്മുടെ എല്ലിൻ്റെ തിക്നെസ് ആണ്. അപ്പം എല്ലിന് കൃത്യമായ തിക്നെസ്സും ഡെൻസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇംപ്ലാന്റ് പോലെയുള്ള പ്രൊസീജിയർ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട പല്ലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള പല്ലുകളെ ക്യാപ്പ് ഇട്ടിട്ട് നടുക്കൊരു പല്ലും വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രിഡ്ജിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പല്ല് വെക്കുന്നതിന് അയാളുടെ അടുത്തിരിക്കുന്ന പല്ലുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് വെക്കേണ്ടി വരും. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷനാണ് ഊരി മാറ്റുന്ന ടൈപ്പ് പല്ല് വെക്കാൻ പറ്റുന്നത്. ആ ടൈപ്പ് ആണെങ്കിലും വെക്കാം. പക്ഷേ ഏത് ടൈപ്പ് വെച്ചാലും നമ്മൾ അവിടെ ടൂത്ത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ആ സ്പേസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മറ്റുള്ള പല്ലുകളുടെ ഇടയിൽ ഇടവീഴുകയും അതിൻ്റെ ഇടയിൽ ഫുഡ് വേസ്റ്റ് കയറിയിരുന്ന് അത് കേടാവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്.